ഹലോ, വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമി മലയാളം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കോൺസെപ്റ്റ് ആണ് ബാക്ക്വേർഡ് പെൻഡിങ് സപ്ലൈ കർവ് ഓഫ് ലേബർ. സോ ഇതിലേക്ക് നമുക്ക് പോവാം. ആദ്യമേ തന്നെ ഇതെന്താണ്, ഈ ഐഡിയ എന്താണ് എന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബാക്ക്വേർഡ് പെൻഡിങ് സപ്ലൈ കർവ് ഓഫ് ലേബറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കീ കോൺസെപ്റ്റ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നീട് ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് നമ്മൾ വരും. അതിനുശേഷം ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിന്റെ എംപിറിക്കൽ എവിഡൻസും ലിമിറ്റേഷൻസും പറഞ്ഞിട്ട് സെഷൻ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബാക്ക്വേർഡ് പെൻഡിങ് സപ്ലൈ കർവ് ഓഫ് ലേബർ എന്ന് പറയുന്നത് ലേബർ ഇക്കണോമിക്സിലെ വലിയൊരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. അപ്പൊ എന്താണ് ലേബർ ഇക്കണോമിക്സ്? ലേബർ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് ദാറ്റ് ഇസ് ഡീലിംഗ് വിത്ത് ലേബർ. ലേബറിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇക്കണോമിക്സിന്റെ ബ്രാഞ്ചാണ്, ഇക്കണോമിക്സിന്റെ ഒരു ബ്രാഞ്ചാണ് എന്ത്, ഈ ലേബർ ഇക്കണോമിക്സ്. അപ്പൊ ഇവിടെ വരുന്ന വലിയ മറ്റൊരു ഘടകമാണ് ഈ ലേബർ ഡിമാൻഡ് ആൻഡ് ലേബർ സപ്ലൈ. ലേബർ ഡിമാൻഡ് ആൻഡ് ലേബർ സപ്ലൈ. എന്തുകൊണ്ടാണ് ഈ ലേബർ ഡിമാൻഡും ലേബർ സപ്ലൈയും ഇവിടെ അതിന് ഇമ്പോർട്ടൻസ് വരുന്നത്? ദിസ് ഇസ് ബിക്കോസ് നമ്മുടെ ലേബർ ഡിമാൻഡും ലേബർ സപ്ലൈയും ഒക്കെ വരുന്ന ഒരു വിഭാഗമാണ് ലേബർ മാർക്കറ്റ്. അപ്പോ ഏത് ഒരു മാർക്കറ്റിൽ, അപ്പൊ നമ്മൾ കമ്മോഡിറ്റി മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ ഗുഡ്സ് മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അവിടെ ആ ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡും സപ്ലൈയും ഡെഫിനറ്റ്ലി പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെയും ലേബർ ഡിമാൻഡും ലേബർ സപ്ലൈയും, ലേബർ മാർക്കറ്റിൽ ലേബർ ഡിമാൻഡും ലേബർ സപ്ലൈയും ലേബറിന്റെ പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ലേബറിന്റെ പ്രൈസ്? ലേബറിന്റെ പ്രൈസ് എന്ന് നമ്മൾ പറയുന്നത് വേജസ്. ഓക്കെ, അപ്പൊ വേജസ് കൂടുമ്പോൾ ലേബർ ഡിമാൻഡിനും ലേബർ സപ്ലൈക്കും മാറ്റം വരുന്നുണ്ട്. വേജസ് കുറയുമ്പോഴും ലേബർ ഡിമാൻഡിനും ലേബർ സപ്ലൈക്കും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഒരു ടിപ്പിക്കൽ സപ്ലൈ കർവ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, സപ്ലൈ കർവിന് ഒരു പോസിറ്റീവ് സ്ലോപ്പ് ആണ്. പ്രൈസ് കൂടുന്നതനുസരിച്ച് സപ്ലൈയും കൂടും, അല്ലെ? അപ്പൊ ഇവിടെ ഒരു ടിപ്പിക്കൽ സപ്ലൈ കർവ് ഓഫ് ലേബർ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, വേജസ് കൂടുന്നതനുസരിച്ചിട്ട് എന്ത് പറ്റുന്നു? സപ്ലൈ ഓഫ് ലേബർ കൂടുന്നു, അല്ലെങ്കിൽ അവേഴ്സ് ഓഫ് വർക്കും അവിടെ കൂടാനാണ് ചാൻസ്. നമുക്ക് എല്ലാവർക്കും 24 hours ആണ് ഉള്ളത്, അല്ലെ? ഈ 24 hours നമ്മളോട് ജോലി ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുമോ? അഗൈൻ നമുക്ക് ഒരുപാട് പേഴ്സണൽ ആവശ്യങ്ങളുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കണം, ബാത്റൂമിൽ പോകണം, ഇങ്ങനെയുള്ള കുറേ പേഴ്സണൽ ആവശ്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഈ 24 hours ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ 24 hours ജോലിയിൽ തന്നെ ആവണം. നമ്മുടെ ഈ പേഴ്സണൽ നീഡ്സ് ഒന്നും അതിലോട്ടൊന്നും പോകാനായിട്ട് പറ്റില്ല. അത് ഇംപോസിബിൾ ആണ്, അല്ലെ? അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. ബാക്ക്വേർഡ് പെൻഡിങ് സപ്ലൈ കർവ് ഓഫ് ലേബർ എന്ന് പറയുമ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേജ് ഒരു പരിധി വരെ കൂടുമ്പോൾ ഡെഫിനറ്റ്ലി അവേഴ്സ് ഓഫ് വർക്ക് ഇൻക്രീസ് ചെയ്യും. പക്ഷെ ആ പരിധി കഴിഞ്ഞിട്ടും വേജ് കൂടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? സോ ഇത് നടക്കുന്നത്, അതായത് വേജ് കൂടുന്നു, അവേഴ്സ് ഓഫ് വർക്ക് കൂടുന്നു. സോ ഇത് only up to a point മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? ആഫ്റ്റർ ദാറ്റ് എന്താണ് സംഭവിക്കുന്നത്? ആഫ്റ്റർ ദാറ്റ് ആ ഒരു ത്രഷോൾഡ് കഴിഞ്ഞതിന് ശേഷവും വേജ് കൂടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ആഫ്റ്റർ ദാറ്റ് വേജ് കൂടുമ്പോൾ അവേഴ്സ് ഓഫ് വർക്ക് കുറയുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇൻകം എഫക്ട് എന്താണെന്നും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് എന്താണെന്നും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കണം. അപ്പൊ അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്, അതായത് കീ കോൺസെപ്റ്റ്സ്. ആദ്യമേ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് ഇൻകം ഉള്ള ഒരാളുടെ കേസ് എടുക്കാം. ലോ ഇൻകം. ഓക്കെ, ഒരാളുടെ ഇൻകം എന്ന് പറഞ്ഞത് ലോ ആണ്. അപ്പൊ ഈ ലോ ഇൻകം ഉള്ള ഒരാള്, അയാളെ സംബന്ധിച്ചിടത്തോളം വേജ് കൂടുക എന്ന് പറയുന്നത്, വേജ് കൂടുന്ന ഒരവസ്ഥയിൽ ഡെഫിനറ്റ് ആയിട്ടും അയാളുടെ ഉദ്ദേശവും അദ്ദേഹത്തിന്റെ ബിഹേവിയറും ഒക്കെ എന്തായിരിക്കും? അദ്ദേഹം മോർ അവേഴ്സ് ഓഫ് വർക്കിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെ? മോർ അവേഴ്സ് ഓഫ് വർക്ക്, കൂടുതൽ സമയവും ജോലിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അദ്ദേഹം നോക്കുമ്പോൾ ഞാൻ
ജോലി ഇന്ന് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇന്ന് ലീവ് എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ എന്റെ വേതനം പോയി, ഇന്നത്തെ എന്റെ വേജ് പോയി, ഹൈ വേജ് ആണ് ഞാൻ കളയുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്റെ ലെഷർ ആക്ടിവിറ്റീസ്, എന്റെ ഫാമിലിയുമായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന സമയം, ടൂറിന് പോകുന്ന സമയം, ഇതൊക്കെ ഞാൻ കുറച്ചിട്ട് അതും കൂടെ കൂടുതൽ ആ സമയം കൂടെ കൂടുതൽ വർക്ക് ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ വേജ് കിട്ടും. ചിലപ്പോ എന്താണ് പെർ അവർ ആയിരിക്കും വേജ് കൊടുക്കുന്നത്, വേജ് പെർ അവർ ആയിരിക്കും. അപ്പൊ 1 മണിക്കൂറും കൂടെ കൂടുതൽ ഞാൻ ജോലി ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ വേജ് കിട്ടുന്നു. അങ്ങനെ വിചാരിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ലോ ഇൻകം കാറ്റഗറിയിലുള്ള ഈ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ലെഷറിനെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. അപ്പോ ലെഷർ ഇവിടെ വേണ്ടാന്ന് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. ഇവിടെ മോർ വർക്ക് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ബിക്കോസ് വേജ് അവിടെ കൂടുതലാണ്, അദ്ദേഹത്തിന്റെ ഇൻകം ഓൾറെഡി ഇവിടെ കുറവാണ്, വേജ് കൂടുന്ന ആ ഒരു അവസ്ഥയിൽ ഇൻകം ഓൾറെഡി കുറഞ്ഞിരിക്കുന്നു, അതേസമയം വേജ് കൂടുന്നു. ഓക്കെ, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന വേജ് കുറഞ്ഞ വേജാണ്, ആ വേജിൽ നിന്നും വേജ് കൂടുമ്പോൾ നോർമലി ഒരാൾക്ക് കൂടുതൽ അവേഴ്സ് ഓഫ് വർക്ക് അതിലേക്ക് പോകാനായിട്ടുള്ള ടെൻഡൻസി കൂടും. അവിടെ വർക്കിനെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നു, ലെഷറിനെ സാക്രിഫൈസ് ചെയ്യും. അപ്പൊ ഇവിടെ ലെഷറിനെ വർക്ക് കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെടുന്നു. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇനി എന്താണ് ഈ ഇൻകം എഫക്ട്? ഈ ഇൻകം എഫക്റ്റിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഹൈ ഇൻകം കിട്ടുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ഇൻകം കിട്ടുന്ന ഒരാളിന്റെ കേസ് നമുക്ക് എടുത്ത് ഇത് പറയാം. അപ്പോൾ ഈ ഒരു ഹൈ ഇൻകം കിട്ടുന്ന ഒരാളുടെ കേസ്, അയാൾ എന്താണ് വിചാരിക്കുന്നത്, ഓക്കെ ഓൾറെഡി എന്റെ ഇൻകം വെച്ച് തന്നെ, ഇപ്പൊ കിട്ടുന്ന ഇൻകം കൊണ്ട് തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഞാൻ എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്? എനിക്ക് എന്റെ ഫാമിലിക്ക് വേണ്ടി കുറച്ച് സമയം കൊടുക്കണം, കുറച്ച് ടൂറിന് പോകണം, അല്ലെങ്കിൽ പിക്നിക്കിന് പോകണം, ഫുഡ് കഴിക്കാനായിട്ട് പുറത്തു പോകണം, സിനിമ കാണാൻ പോകണം, അങ്ങനെയൊക്കെയാണ് അയാൾ ഇപ്പൊ ചിന്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചിന്തിക്കുന്ന മനുഷ്യന് വേജസ് കൂടി എന്നാൽ പോലും അദ്ദേഹം എന്താണ് പ്രിഫർ ചെയ്യുന്നത്? അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് ലെഷറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ അവേഴ്സ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്, ഇവിടെ കുറയുന്നു. എന്നിട്ട് അദ്ദേഹം എന്തിലോട്ട് പോകുന്നു? അദ്ദേഹം പോകുന്നത് ലെഷറിലോട്ടാണ്. നമ്മൾ പറയുന്നത് ഒരു പരിധി വരെ നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്താൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ വർക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും, നമ്മൾ കൂടുതൽ അവേഴ്സ് നമ്മൾ വർക്കിൽ ഏർപ്പെടാനായിട്ട് ശ്രമിക്കും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഇൻകം വീണ്ടും കൂടിക്കൊണ്ടിരുന്നാൽ ഒരു കാരണവശാലും നമ്മൾ വർക്കിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കില്ല, ഇൻസ്റ്റന്റ് നമ്മൾ ലെഷറിലോട്ട് കൂടുതൽ പ്രാധാന്യം കൊടുത്തു പോകും. ഇതാണ് നമ്മുടെ ബാക്ക്വേർഡ് ബെൻഡിങ് സപ്ലൈ കർവ് ലേബർ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലോട്ട് നമുക്ക് പോവാം. അതിനായിട്ട് നമ്മൾ ലേബർ അവേഴ്സ് എക്സ് ആക്സിസിലും വേജ് റേറ്റിനെ വൈ ആക്സിസിലും എടുക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ ബ്ലൂ ലൈൻ ആണ് നമ്മുടെ ബാക്ക്വേർഡ് ബെൻഡിങ് സപ്ലൈ കർവ് ലേബർ. അപ്പൊ ഈ ബ്ലൂ ലൈനിന്റെ 3 പോയിന്റ്സ് നമുക്ക് എടുക്കാം, എന്നിട്ട് എ ബി സി എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു വ്യക്തി എയിൽ നിന്നും ബിയിലോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം നമ്മൾ നോക്കാം. അപ്പൊ എയിൽ നിന്നും ബിയിലോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ എയുടെ പോയിന്റിൽ ഡെഫിനറ്റ് ആയിട്ടും ഇത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വേജ് ഉണ്ടാവും W1. അപ്പോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലേബർ അവറും ഉണ്ടാവും L1. ഇവിടെ നിന്ന് ബിയിലോട്ട് പോകുമ്പോൾ എഗൈൻ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വേജ് ഉണ്ട് W2. നമുക്കറിയാം W1നേക്കാൾ കൂടിയ ഒരു വേജ് ആണ് W2. ഇനി വേജ് കൂടുമ്പോൾ L2ലേക്ക് എന്ത് ചെയ്യുന്നു? ലേബർ അവേഴ്സ് കൂടുന്നു. എയിൽ നിന്ന് ബിയിലോട്ട് പോകുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ എയിൽ നിന്ന് ബിയിലോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ് ഇവിടെ കൂടുതൽ ദാൻ ഇൻകം ഇഫക്റ്റ്. കാരണം ലോ ഇൻകത്തിൽ നിൽക്കുന്ന ഒരാള്, W1 എന്ന് പറയുന്ന ലോ ഇൻകത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് കുറച്ചുകൂടെ കൂടുതൽ വേജ് W2 എന്ന് പറയുന്ന വേജ് കൊടുക്കുമ്പോൾ അയാൾ വിചാരിക്കുന്നു, ഞാൻ ഇപ്പോൾ ലെഷറിലേക്ക് പോയാൽ ഞാൻ വലിയൊരു സാക്രിഫൈസ് ആണ് ഇവിടെ ചെയ്യുന്നത്, എന്റെ വേതനം ഇപ്പൊ കൂടി നിൽക്കുന്ന സമയമാണ്, അതുകൊണ്ട് എനിക്ക് ഇപ്പോ കൂടുതൽ വർക്ക് ചെയ്താൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടും, അതുകൊണ്ട് ഞാൻ കൂടുതൽ അവേഴ്സ് ഓഫ് വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്? L1ൽ നിന്നും L2 അവേഴ്സിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് പോയിന്റ് ബിയിൽ നിന്നും പോയിന്റ് സിയിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. പോയിന്റ് സിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്
ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വേജ് ഉണ്ട്. അത് നമുക്കറിയാം W2നേക്കാൾ വലിയൊരു വേജ് ആണ് ഈ W3 എന്ന് പറയുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലേബർ അവറും ഉണ്ട്, ദാറ്റ് ഇസ് L3. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം W2ഉം അല്ലെങ്കിൽ നമ്മൾ പോയിന്റ് ബിയും പോയിന്റ് സിയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം W3 എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ W2 അല്ലെ. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? L3 എന്ന് പറയുന്നത് ഇസ് ലെസർ ദാൻ L2. അത് എന്തുകൊണ്ടാണ് ഈ ഡിക്രീസ് ഇൻ ലേബർ സപ്ലൈ വരുന്നത്? W1ൽ നിന്ന് നമ്മൾ W2ലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ L1ൽ നിന്നും L2ലേക്ക് പോകുമ്പോൾ, അത് കാണിക്കുന്നത് എന്താണ്? എയിൽ നിന്നും ബിയിലേക്ക് പോകുമ്പോൾ ഈ ഇത്രയും ആ ഒരു പോർഷൻ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് പോസിറ്റീവ് സ്ലോപ്പ് ആണ്, അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഈ ബാക്ക്വേർഡ് ബെൻഡിങ് വരുന്നത്. അതെന്തുകൊണ്ടാണ്? ഇവിടെ വരുമ്പോഴേക്കും സിയില് വരുമ്പോഴേക്കും ഇൻകം എഫക്റ്റ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്. കാരണം ആൾക്കാർ വിചാരിക്കും ഓൾറെഡി എന്റെ കയ്യിൽ അത്യാവശ്യം ഇൻകം ഉണ്ട്, അപ്പൊ അത് വെച്ചിട്ട് എന്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കുന്നു, ഇനി ഞാൻ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ട എന്റെ മറ്റ് ആവശ്യങ്ങൾക്കാണ് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിന്റെ ഒരു കാഠിന്യം ഇവിടെ കുറയുന്നു, ഇൻകം എഫക്റ്റിന്റെ കാഠിന്യം ഇവിടെ കൂടുന്നു. നമുക്കറിയാം ഈ 24 hours എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് അവേഴ്സ്. ഈ 24 hours ലിമിറ്റഡ് അവേഴ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് ഈ 24 hours എങ്ങനെ വേണമെങ്കിലും മുറിച്ച് ഇവിടെയോ അവിടെയോ ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഒരു കാരണവശാലും ഒരാളുടെ ജീവിതത്തിന്റെ ഒരു ദിവസം 24 hours കൂടുതൽ അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ലെഷർ കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി വർക്കിംഗ് അവേഴ്സ് കുറയ്ക്കണം. വർക്കിംഗ് അവേഴ്സ് കൂട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലെഷർ അവിടെ കുറയുന്നു. അപ്പൊ ആദ്യത്തെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ വർക്കിംഗ് അവേഴ്സ് ആണ് കൂടുന്നത്. ഇവിടെ വർക്കിംഗ് അവേഴ്സ് കൂടുന്നു, ലെഷർ അവേഴ്സ് കുറയ്ക്കുന്നു. പക്ഷെ ഇവിടെ നമുക്ക് സംഭവിക്കുന്നത് ലെഷർ അവേഴ്സ് കൂടുന്നു, അപ്പൊ ഓട്ടോമാറ്റിക്കലി വർക്കിംഗ് അവേഴ്സ് കുറയുന്നു. ഇനി അപ്പോ ഈ ലേബർ സപ്ലൈ കർവിന്റെ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ബെൻഡിങ് സപ്ലൈ കർവ് ഓഫ് ലേബറിന്റെ ആ ഒരു ബെൻഡ് എന്തുകൊണ്ടാണ് വരുന്നത്? എന്തുകൊണ്ടാണ് ഇത് ബാക്കിലോട്ട് വളഞ്ഞ് നിൽക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ലോ വേജ് ഉള്ള ആൾക്കാരുടെ കേസ് നമ്മൾ പറഞ്ഞു, അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അവിടെ ആൾക്കാരുടെ വർക്ക് ചെയ്യാനുള്ള പ്രിഫറൻസ് കൂടുതലായിരിക്കും. അപ്പൊ ലെഷർ എന്തായിരിക്കും? ലെഷറിന് അവിടെ കുറച്ച് പ്രിഫറൻസേ കൊടുക്കത്തുള്ളൂ. സോ ലെഷർ വുഡ് ബി വെരി ലെസ്. കാരണം ആൾക്കാർക്ക് കുറച്ച് വേജസേ ഉള്ളൂ. പക്ഷെ ഹൈ വേജ് ഉള്ള ഒരാളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ആ പർട്ടിക്കുലർ ത്രെഷോൾഡിനേക്കാൾ വേജസ് കിട്ടുകയാണെങ്കിൽ അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത് ഇൻകം ഇഫക്റ്റ് ആയിരിക്കും. അവിടെ നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന എന്തിനാണ്? ലെഷറിനാണ്. പ്രിഫറൻസ് വുഡ് ബി ലെഷർ. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അവേഴ്സ് ഓഫ് വർക്ക് അവിടെ കുറയുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ലേബർ സപ്ലൈയുടെ ഡൈനാമിക്സിനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത്. ചേഞ്ചസ് ഇത് പറയുന്നതാണ്, ഒരു കാരണവശാലും എല്ലാവരും കൂടുതൽ സമയം വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല. നമ്മൾ മനുഷ്യരാണ്. ഇപ്പൊ നമുക്ക് ആഗ്രഹമില്ലേ ഒരു സിനിമ കാണണം, പുറത്തു പോയി ഫുഡ് കഴിക്കണം, ഫാമിലിയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ലോകം തന്നെ എഴുതി കൊടുക്കാം എന്ന് പറഞ്ഞാലും ഡെഫിനറ്റ് ആയിട്ടും അൺലിമിറ്റഡ് ഇൻകം തരാമെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും ഒരാൾക്കും 24 hours വർക്ക് ചെയ്യാൻ പറ്റില്ല. അഗൈൻ ടാക്സ് പോളിസി കൺസിഡറേഷൻസ് എന്തൊക്കെയാണ്? ഗവൺമെന്റ് പറയാണ് നിങ്ങൾ കുറച്ച് ടാക്സ് അടച്ചാൽ മതി, ടാക്സ് കുറയും. ഇപ്പൊ ടാക്സ് കുറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം അവിടെ കൂടുന്നുണ്ട് അല്ലെ. ഇൻകം ആഫ്റ്റർ ടാക്സ് നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം കൂടുന്നു ടാക്സ് കുറയുമ്പോൾ. ടാക്സ് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻസെന്റീവ് അവിടെ കൂടുന്നു. നമ്മൾ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എൻകറേജ്മെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥവും 24 hours വർക്ക് ചെയ്യാൻ നമ്മൾ സന്നദ്ധരാണോ എന്നാണോ? അല്ല, ഒരിക്കലും അല്ല. അതാണ് പറയുന്നത്, ഇൻകം ടാക്സ് കുറഞ്ഞു എന്ന് വെച്ചിട്ട് എല്ലായ്പ്പോഴും ഇൻക്രീസ്ഡ് ലേബർ സപ്ലൈ വേണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ഇനി ഈ ബാക്ക്വേർഡ് ബെൻഡിങ് സപ്ലൈ കർവിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഇക്കോണമിസ്റ്റ് എംപിറിക്കൽ എവിഡൻസസ് ഒക്കെ കളക്ട് ചെയ്ത് സ്റ്റഡി നടത്തുകയുണ്ടായി. അപ്പോൾ ഇതുമായിട്ട് ബേസ് ചെയ്ത് നമ്മുടെ കാനഡയിൽ ഒരു പഠനം നടത്തി. അപ്പൊ കാനഡയിൽ വിമനെയാണ് പഠിച്ചത്, അതായത് സ്ത്രീകളെയാണ് പഠിച്ചത്. സോ മോസ്റ്റ് പ്രിഫറബിളി അവർ എടുത്തത് യങ് വിമനെയാണ്, ജോലിക്കൊക്കെ പോകുന്ന യങ് കാറ്റഗറിയിൽപ്പെട്ട സ്ത്രീകളെയാണ്. അപ്പൊ അവർക്ക് കാണാൻ പറ്റിയത്
ഒറ്റയ്ക്ക് ജീവിക്കുന്ന ലീവ് അലോൺ കൈൻഡ് ഓഫ് കാറ്റഗറിയിലുള്ള വിമൻ അവർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ് ഡോമിനേറ്റ് ചെയ്ത് വരുന്നത്. അതെന്തുകൊണ്ടാണ്? സോ മോസ്റ്റ്ലി അവർ ഒറ്റയ്ക്കാണ്. സോ ദീസ് പീപ്പിൾ ആർ ലീവിങ് അലോൺ. അതുകൊണ്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ അവർ മാത്രമേ ഉള്ളൂ. അപ്പം ആൻഡ് ഓൾസോ വി കുഡ് ഫൈൻഡ് ദാറ്റ് അവർക്ക് വളരെ വലിയ ഇൻകം ഒന്നുമില്ല, ഒരു ലോ ടു മോഡറേറ്റ് ഇൻകം. അപ്പൊ ഈ ലോ ഇൻകം ഉള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, അവർക്ക് മനസ്സിലാക്കുന്നു ഈ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ലോ ഇൻകത്തിൽ നിന്നും നമുക്ക് കുറച്ചും കൂടെ ഒരു ഹൈക്ക് വേജിൽ വരികയാണെങ്കിൽ അവർ വിചാരിക്കുന്നു എന്ത് ചെയ്യണം, മോർ അവേഴ്സ് ഓഫ് വർക്ക് ആണ് ബെനിഫിഷ്യൽ. അതർവൈസ് അവർ കൂടുതൽ പ്രിഫറൻസ് ലെഷറിന് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്, അവരുടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അവർക്ക് ഉണ്ടാവും. ലെഷർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ ആക്ച്വലി വളരെ എക്സ്പെൻസീവ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, അവർ വർക്ക് ചെയ്യാനുള്ള പ്രിഫറൻസ് കാണിക്കുന്നു എന്നാണ് ഈ എംപിറിക്കൽ എവിഡൻസ് പറയുന്നത്. അപ്പോ നമ്മൾ ഈ ബാക്ക്വേർഡ് ബെൻഡിങ് സപ്ലൈ കർവ് ഓഫ് ലേബറിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചേർക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ബാക്ക്വേർഡ് ബെൻഡിങ് സപ്ലൈ കർവ് ഓഫ് ലേബറിന്റെ കുറച്ച് ലിമിറ്റേഷൻസ്, പോരായ്മകൾ. ഒന്ന്, ഫിക്സഡ് കോൺട്രാക്ടിന്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ബാക്ക്വേർഡ് ബെൻഡിങ് സപ്ലൈ കർവ് ഓഫ് ലേബർ ഒരു രീതിയിലും ബാധകമല്ല. വൈ? ബിക്കോസ് നമ്മൾ ഒരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ തന്നെ ആ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യും. അപ്പൊ അതിൽ പറയും നിങ്ങൾക്ക് 1 അവർ നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു 600 റുപ്പി കിട്ടും. 1 അവർ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് 600 റുപ്പി കിട്ടും. അപ്പൊ ഇതിന് ഒരു മാറ്റവും ഇല്ല. 1 അവർ വർക്ക് ചെയ്താൽ 600 റുപ്പി, നിങ്ങൾ അടുത്ത 1 അവർ കൂടെ വർക്ക് ചെയ്താൽ ഒരു എക്സ്ട്രാ 600 കൂടെ കിട്ടും. അതല്ലാണ്ട് വേറെ മാറ്റങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോ ഇങ്ങനെ വരുമ്പോ ഒരു വ്യക്തിക്ക് 8 hours ഓഫ് വർക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. ഒരു ദിവസം 8 മണിക്കൂർ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അതില് ഒരു മണിക്കൂർ 600 കിട്ടും. അപ്പൊ പെർ ഡേ എന്താണ്, പെർ ഡേ അദ്ദേഹത്തിന്റെ വേജ് എന്ന് പറയുമ്പോൾ 8 into 600. അത് ഫിക്സഡ് ആയിരിക്കും. അതിന് ഒരു മാറ്റവും ഇല്ലായിരിക്കും. അദ്ദേഹത്തിന് 8 മണിക്കൂറേ ജോലിയുള്ളൂ. അതും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കോൺട്രാക്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ട്. 8 മണിക്കൂറേ നിങ്ങൾക്ക് ജോലിയുള്ളൂ, അതിൽ 1 മണിക്കൂർ 600 രൂപ തരാം. അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് ഒരു ദിവസത്തെ വേതനം എത്ര ആയിരിക്കും? ഒരു ദിവസത്തെ നിങ്ങളുടെ വേതനം 8 times 600. ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഇവിടെ വേജ് കൂടുന്നതേ ഇല്ല. അപ്പൊ എങ്ങനെയാണ് ഈ ബാക്ക്വേർഡ് ബെൻഡിങ് സപ്ലൈ ഓഫ് ലേബർ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നത്? കൊണ്ടുവരാനേ പറ്റും. ഓക്കെ, അടുത്തത് നമുക്ക് എടുക്കാം നോൺ മോണിറ്ററി മോട്ടിവേഷൻസ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ വേജ് മാത്രമല്ല നമ്മളെ അവിടെ പിടിച്ചു നിർത്തുന്നത്. അവിടെ പിടിച്ചു നിർത്തുന്ന മറ്റൊരുപാട് ഘടകങ്ങളുണ്ട്. അതായത് നമ്മളൊക്കെ ആ കമ്പനിയുമായിട്ടുള്ള ഒരു ആത്മബന്ധം, നമ്മളെ കൊളീഗ്സ് നമുക്ക് തരുന്ന സപ്പോർട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ കമ്പനിയിൽ പിടിച്ചു നിർത്തുക. അപ്പൊ ഒരു പക്ഷേ വേജ് കുറവാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ആ കമ്പനിയിൽ നിൽക്കും. പക്ഷെ ഇങ്ങനെയുള്ള ഒരു കാര്യവും ഈ ബാക്ക്വേർഡ് ബെൻഡിങ് സപ്ലൈ ഓഫ് ലേബർ കോൺസെപ്റ്റിൽ പറയുന്നില്ല. സോ ഇത് ഇങ്ങനെയുള്ള അതർ ഫാക്ടേഴ്സിനൊക്കെ തന്നെ ഈ ബാക്ക്വേർഡ് ബെൻഡിങ് സപ്ലൈ കർവ് എന്താണ് ചെയ്യുന്നത്? നെഗ്ലിക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതും വലിയൊരു ലിമിറ്റേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇൻ ഷോർട്ട് പറയാൻ പറ്റുന്നത്, ഈ ബാക്ക്വേർഡ് ബെൻഡിങ് സപ്ലൈ കർവ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്രിട്ടിക്കൽ ആസ്പെക്ട് ആണ്. അപ്പൊ ലേബർ ഇക്കണോമിക്സിൽ തന്നെ, ലേബർ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ തന്നെ ബാക്ക്വേർഡ് ബെൻഡിങ് സപ്ലൈ കർവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റെവല്യൂഷൻ ഒക്കെ സൃഷ്ടിച്ച ഒരു ഐഡിയ ആണ്. അപ്പൊ ഇത് പറയുന്നത് എന്താണ്, ഒരു പരിധി കൂടുതൽ വേജ് കൂടിയാൽ ഒരു കാരണവശാലും ആൾക്കാർ അവേഴ്സ് ഓഫ് വർക്ക് കൂടാനായിട്ട് സപ്പോർട്ട് ചെയ്യില്ല. ഇൻസ്റ്റഡ് അവർ ലെഷറിലേക്ക് പോകും. അപ്പൊ അവരുടെ ആ ഒരു പ്രിഫറൻസ് ടുവേർഡ്സ് ലെഷർ അത് ഇൻക്രീസ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇപ്പൊ ലോകം തന്നെ എഴുതി കൊടുക്കാന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് എന്താണ് 24 മണിക്കൂറും ജോലിയിൽ തന്നെ നിൽക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ഐഡിയ ആണ് ഈ ബാക്ക്വേർഡ് ബെൻഡിങ് സപ്ലൈ ഓഫ് ലേബർ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമ്മുടെ ലേൺ ഇക്കണോമി ആപ്പ് നിങ്ങൾക്ക് ആക്ച്വലി ഡൗൺലോഡ് ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതുവഴി നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ്, സ്റ്റഡി മെറ്റീരിയൽസ്, ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ്, MCQ ബേസ്ഡ് വീക്ക്ലി ടെസ്റ്റ്, ഇതൊക്കെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം. അടുത്തത് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു ഫോർ വാച്ചിങ്.